രാവിലെ മുതൽ വൈകിട്ട് വരെ കരുണക്കൊന്തൊക്കെ ചൊല്ലുമായിരിക്കും, ജപമാല ചൊല്ലുമായിരിക്കും. ഇവ ഈ നോമ്പുകാലം ആയതുകൊണ്ട് കുരിശിൻ്റെ വഴിയും മറ്റ് നമ്മുടേതായ പ്രായശ്ചിത്ത പരിത്യാഗ പ്രവൃത്തികളും പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ശരിയാണ്. ഇന്നേ ദിവസം ദൈവം അനുവദിക്കുന്ന ഒരു അസ്വസ്ഥതയോട്, ചെറിയൊരു വേദനയോട്, ചെറിയൊരു ബുദ്ധിമുട്ടിനോട്, ചില രോഗാവസ്ഥകളോട്, അതിനോടൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? സ്നേഹത്തിൽ പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ക്ഷമയോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എളിമയോടും ദൈവസ്നേഹത്തിലും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ അനുഭവത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥന യഥാർത്ഥമായ പ്രാർത്ഥനയാണ്. അതല്ല എങ്കിൽ അത് വെറും അധിഭാഷണമാണ്, ചുമ്മാ അധര വ്യായാമമായിട്ട് മാത്രം നിൽക്കും. അധര വ്യായാമമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിലവിളിയായി യഥാർത്ഥ പ്രാർത്ഥന ഉയരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വാക്കുകൾക്കല്ല പ്രാധാന്യം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. കാരണം ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്.